എൻ്റെ കയ്യിലിരിക്കുന്നത് ലിംക്കയുടെ 750 ml ബോട്ടിലാണ്. ഇതിനകത്ത് ഒരു എഴുത്തുണ്ട്, ലൈം ആൻഡ് ലെമൺ ഫ്ലേവേർഡ്. എന്താണ് ലൈം ആൻഡ് ലെമൺ തമ്മിലുള്ള വ്യത്യാസം? അമ്മയ്ക്ക് ലിംക്ക ഭയങ്കര ഇഷ്ടമല്ലേ? ഈ ലിംക്കയുടെ ബോട്ടിൽ എഴുതിയേക്കുന്ന കണ്ടോ, ലൈം ആൻഡ് ലെമൺ. എന്താണ് ലൈമും ലെമണും തമ്മിലുള്ള വ്യത്യാസം? ലൈം ജ്യൂസ്, ലെമൺ എന്തോ ലെമൺ ഫ്രൂട്ട്. ലൈം ജ്യൂസ് ലെമൺ ഫ്രൂട്ടുമാണ്. ഓക്കെ, ഫ്രൂട്ടും ജ്യൂസ് ചേർന്നാണ് ലിംക. അതാണ് ഡിഫറൻസ് എന്നാണ് അമ്മ പറഞ്ഞത്. മാനസ, ലൈം ആൻഡ് ലെമൺ തമ്മിലുള്ള വ്യത്യാസം എന്താ? ലൈം എന്ന് പറഞ്ഞാൽ ജ്യൂസാ, ലെമൺ ആണെങ്കിൽ എന്താ ഒരു സാധനം വസ്തുവാണ്. ലൈം ജ്യൂസും ലെമൺ വസ്തുവാണ്. ലിംക ഇഷ്ടമാണോ? ഓക്കെ, കുഴപ്പമില്ല. ആ ലിംകയുടെ ബോട്ടിലിൽ 2 വാക്കുണ്ട്, ലൈമും ഉണ്ട് ലെമണും ഉണ്ട്. എന്താണ് ലൈമും ലെമണും തമ്മിലുള്ള വ്യത്യാസം? ലെമൺ എന്ന് പറയുന്നത് ആ സാധനമാണ്, ചെറുനാരങ്ങ എന്ന് പറയുന്ന സാധനത്തിനാണ് ലെമൺ എന്ന് പറയുന്നത്. ലൈം എന്ന് പറയുന്നത് അതിൻ്റെ ജ്യൂസിനാണ് ലൈം എന്ന് പറയുന്നത്. എന്താണ് ഭാഗ്യലക്ഷ്മി ലൈമും ലെമണും തമ്മിലുള്ള വ്യത്യാസം? ലൈം എന്ന് പറയുന്നത് പച്ച നാരങ്ങയില്ലേ, ചെറുത് കയ്പൊക്കെ ഉള്ള അത് ലൈമും. ലെമൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതായിട്ടുള്ള മഞ്ഞ കളറുള്ള കുറച്ച് പുളിയൊക്കെ ഉള്ള സ്വീറ്റ് ആയിട്ട് കൂടെ വരുന്നതിനെയാണ് ലെമൺ എന്ന് പറയുന്നത്. സോ പച്ചയും പഴുത്തതും അതാണ് ലൈം ആൻഡ് ലെമൺ. ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചയും പഴുത്തതും. ലൈം കുറച്ച് കയ്പായിരിക്കും, പുളിയായിരിക്കും. ലെമൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്വീറ്റി ഫ്ലേവർ ആയിരിക്കും, കുറച്ചുകൂടെ ജ്യൂസി ആയിരിക്കും, കുറച്ച് യെല്ലോ കളറായിരിക്കും, മറ്റത് ഗ്രീൻ കളറായിരിക്കും. ഓക്കെ, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.